നിയമമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ ചരിത്രപരമായ വിജയത്തിലേക്ക് നയിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ അസാമാന്യമായ നേതൃപാടവം ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ മികവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണ്. വികസിത കേരളം എന്ന മഹത്തായ കാഴ്ചപ്പാടോടെ മുന്നേറുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിയമത്തെ ഒരു വികസന മാതൃകയാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ ഇടയിൽ രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്ന അഭൂതപൂർവമായ സ്വീകാര്യതയും വിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ നിയമത്ത് അദ്ദേഹത്തിന്റെ വിജയം ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള നിയമസഭയെയും നിയമത്തെ ജനങ്ങളെയും നാണക്കേടിലാക്കിയ വി ശിവൻകുട്ടിയുടെ നിയമസഭാ കയ്യാങ്കളി പോലെയുള്ള അക്രമ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നുള്ള യഥാർത്ഥ മോചനമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. IT സാങ്കേതിക മേഖലകളിലെ തന്റെ അറിവും ദീർഘവീക്ഷണവും കേരളത്തിന്റെ മണ്ണിൽ പ്രയോഗിക്കാൻ സന്നദ്ധനായ ഈ ജനനായകൻ മാറ്റത്തിന്റെ ആധുനിക ശില്പിയായി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ കുതിപ്പിന് കരുത്തു പകരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാനതകളില്ലാത്ത വികസന കാഴ്ചപ്പാടും ബി.ജെ.പി NDA പ്രവർത്തകരുടെ അടിയുറച്ച പിന്തുണയുമാണ്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ തന്നെ ഭരണ നൈപുണ്യവും ദീർഘവീക്ഷണവുമുള്ള നേതാക്കളായ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, ആർ ശ്രീലേഖ, അനൂപ് ആന്റണി തുടങ്ങിയവരും NDAക്കായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മികച്ച നേതൃപാഠവും വികസന ചിന്താഗതിയും പുലർത്തുന്ന ഈ നേതാക്കൾ ഓരോരുത്തരും മാറ്റത്തിനായി ആഗ്രഹിക്കുന്ന കേരളത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന കരുത്തരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ NDAയുടെ ചരിത്ര വിജയമാക്കി മാറ്റും എന്ന് ഉറപ്പാണ്. മാറാത്തത് മാറും. ഇനി കേരളം വളരും.